കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പത്രമാധ്യമങ്ങളിലൂടെ നാം നിരന്തരം കേൾക്കുന്ന ഒരു വാർത്തയാണ് ഡിജിറ്റൽ അറസ്റ്റ്. എന്താണ് ഈ ഡിജിറ്റൽ അറസ്റ്റ്? നോക്കാം. ഡിജിറ്റൽ അറസ്റ്റ് അല്ലെങ്കിൽ വിർച്വൽ അറസ്റ്റ് എന്നതൊരു സൈബർ തട്ടിപ്പാണ്. തട്ടിപ്പുകാർ CBI, ED, പോലീസ്, ജഡ്ജ് എന്നീ ഉദ്യോഗസ്ഥരാണെന്ന് നടിച്ച് ഓഡിയോ വീഡിയോ കോളിലൂടെ ഇരകളെ കബളിപ്പിക്കുന്നു. വ്യാജ ആരോപണങ്ങളും തെളിവുകളും നിരത്തി പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഇത്തരം തട്ടിപ്പുകൾക്ക് ഇന്ത്യയിൽ ഇരയാകുന്നുണ്ട്. ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ കണക്കുകൾ പ്രകാരം 2024 ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിൽ 120 കോടിയോളം രൂപയാണ് ഡിജിറ്റൽ അറസ്റ്റ് വഴി ഇന്ത്യക്കാർക്ക് നഷ്ടമായത്. പല മാർഗങ്ങളിലൂടെയാണ് തട്ടിപ്പ് സംഘം ഇരകളെ ഡിജിറ്റൽ അറസ്റ്റിന് വിധേയമാക്കുന്നത്. ഡൽഹിയിൽ 70 വയസ്സുകാരനിൽ നിന്നും പണം തട്ടിയെടുത്തത് അവരുടെ ആധാർ നമ്പർ ഉപയോഗിച്ച് മയക്കുമരുന്ന് പാഴ്സൽ ചെയ്തതായി കണ്ടെത്തിയെന്ന് വിശ്വസിപ്പിച്ചാണ്. മൊബൈൽ നമ്പർ കള്ളപ്പണം വെളുപ്പിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വിശ്വസിപ്പിച്ചാണ് ബംഗളൂരു സ്വദേശിയുടെ പക്കൽ നിന്നും 59 ലക്ഷം രൂപ തട്ടിയെടുത്തത്. മയക്കുമരുന്ന് കടത്ത്, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ രാജ്യദ്രോഹ കുറ്റങ്ങളാണ് പണം തട്ടിയെടുക്കാനായി ആരോപിക്കുന്നത്. പല ഘട്ടങ്ങളിലൂടെ ഫോണിൽ വിളിക്കുകയും ഒടുവിൽ വീഡിയോ കോളിലേക്കും എത്തുന്നു. വീഡിയോ കോളിൽ പോലീസ്, CBI, ED എന്നീ ഉദ്യോഗസ്ഥരാണെന്ന് വ്യാജേന പ്രത്യക്ഷപ്പെടുന്നു. അവരുടെ യൂണിഫോമും ചുറ്റുമുള്ള ഓഫീസും യഥാർത്ഥ ഓഫീസുകൾക്ക് സമാനമായിരിക്കും. അതുകൊണ്ട് തന്നെ തട്ടിപ്പിന് ഇരയാകുന്നവർ യഥാർത്ഥ ഉദ്യോഗസ്ഥരാണ് വിളിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. പതിയെ സ്വകാര്യ വിവരങ്ങൾ, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നിവയെല്ലാം ചോദിച്ചറിയുന്നു. നിയമ നടപടികളിൽ നിന്നും രക്ഷപ്പെടാനായി പണവും ആവശ്യപ്പെടുന്നു. അങ്ങനെ ഡിജിറ്റൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. തട്ടിപ്പിന് ഇരയാക്കപ്പെടുന്ന വ്യക്തി മറ്റൊരാളുടെ സഹായം ലഭിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ക്യാമറയ്ക്ക് മുന്നിൽ തന്നെ ഇരിക്കാൻ ആവശ്യപ്പെടുന്നു. മണിക്കൂറുകളോളം നീളുന്ന ഈ ഡിജിറ്റൽ അറസ്റ്റ് ഒരാളെ മാനസികമായി തന്നെ തകർക്കുന്നു. സമൂഹത്തിലുള്ള പ്രശസ്തിയും മറ്റു നിയമപരമായ പ്രത്യാഘാതങ്ങൾ നേരിട്ടേക്കാം എന്ന ഭയവും കാരണം ഇരകൾ പണം നൽകുന്നു. യഥാർത്ഥത്തിൽ ഈ ഭയമാണ് തട്ടിപ്പുകാർ ചൂഷണം ചെയ്യുന്നത്. പണത്തോടൊപ്പം വിലപ്പെട്ട സമയവും തട്ടിയെടുക്കുകയാണിവർ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വിലപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ ഇരകളെ നിർബന്ധിതരാക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരമൊരു കോൾ ലഭിച്ചാൽ പരിഭ്രാന്തരാകാതെ ചിന്തിച്ച് പ്രവർത്തിക്കുക. ഇന്ത്യയിൽ നിയമപ്രകാരം ഒരു സർക്കാർ ഏജൻസിയും ഇത്തരം അന്വേഷണത്തിനായി ഫോണിലൂടെയോ വീഡിയോ കോളിലൂടെയോ ബന്ധപ്പെടില്ല. CBI, ED, കസ്റ്റംസ് എന്നീ ഉദ്യോഗസ്ഥരാരും വീഡിയോ കോളിലൂടെ ആരെയും അറസ്റ്റ് ചെയ്യില്ലെന്ന് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററും അറിയിക്കുന്നു. സർക്കാർ ഏജൻസികൾ ഒരിക്കലും വാട്സ്ആപ്പ്, സ്കൈപ്പ് തുടങ്ങിയ സംവിധാനങ്ങളിലൂടെ ഔദ്യോഗിക ആശയവിനിമയം നടത്താറില്ലെന്നും മനസ്സിലാക്കുക. ഇത്തരം തട്ടിപ്പ് കോളുകൾ ലഭിച്ചാൽ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 എന്ന നമ്പറിൽ ഉടനടി ബന്ധപ്പെടണം. അതോടൊപ്പം നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിലും റിപ്പോർട്ട് ചെയ്യാം. കൂടുതൽ സഹായങ്ങൾക്കായി ലോക്കൽ പോലീസ് സ്റ്റേഷനെ സമീപിക്കാം.